ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ലോക പയറുവർഗ ദിനം. എല്ലാ വർഷവും ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനമായി ആഘോഷിക്കുന്നു. പയറുവർഗ്ഗങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ പോഷകാഹാരം, പരിസ്ഥിതിക്ഷേമം, സുസ്ഥിര കൃഷി എന്നിവയിൽ പയറുവർഗ്ഗങ്ങളുടെ പങ്കിനെയും കുറിച്ച് അവബോധം വളർത്തുന്നതിലാണ് ഈ ദിനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2016 ഐക്യരാഷ്ട്രസഭയാണ് ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനമായി പ്രഖ്യാപിച്ചത്. 2016 അന്താരാഷ്ട്ര പയറുവർഗ വർഷമായും ആചരിച്ചു. ഈ ആഘോഷത്തിൻ്റെ വൻ വിജയത്തെ തുടർന്ന് വിളകളുടെ സാധ്യതകൾ അംഗീകരിക്കുകയും 2030 സുസ്ഥിര വികസനം എന്ന ലക്ഷ്യത്തിലേക്ക് ഉള്ള പ്രയാണം തുടങ്ങുകയും ചെയ്തു. ഭാരത സർക്കാർ 2025 ബജറ്റിൽ പയറുവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഒരു ദൗത്യം തുടങ്ങാനും പദ്ധതിയിട്ടിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങളിലൂടെ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലേക്ക് വൈവിധ്യം കൊണ്ടുവരിക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ആഗോളതലത്തിൽ ഏകദേശം 20 വ്യത്യസ്ത തരം പയറുവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. പയറുവർഗ്ഗങ്ങൾ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ്. ഇത് ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അവ ഹൃദയാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. പയറുവർഗ്ഗങ്ങൾ വളരെ കാലം സൂക്ഷിക്കാവുന്നവയും ഭക്ഷണ വൈവിധ്യമുള്ളവയുമാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിലും കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിലും പയറുവർഗ്ഗങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ കൂടുതൽ സുസ്ഥിരവും പോഷക സമൃദ്ധവും നീതിയുക്തവുമായ ഒരു വ്യവസ്ഥ നമുക്ക് കെട്ടിപ്പടുക്കാനാവും. പയറുവർഗ്ഗങ്ങളുടെ ആഗോള ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 27% ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഉഴുന്ന്, ചുവന്ന പയർ, മസൂർ പരിപ്പ്, രാജ്മ, തുവരൻ പരിപ്പ്, മഞ്ഞപ്പരിപ്പ്, ചെറുപയർ, മുതിര, വെള്ളക്കടല, കറുത്ത കടല, ഇങ്ങനെ പോകുന്നു പയറുവർഗ്ഗങ്ങളുടെ നിര. പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, അയൺ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഓരോ ധാന്യവും. പയറുവർഗ്ഗങ്ങളുടെ ആഗോള ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം 27% സംഭാവന ചെയ്യുന്നതിൽ മുൻനിരയിലാണ് ഇന്ത്യ. സംസ്ഥാന കാർഷിക വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീമതി മീന വാർത്താ തരംഗിണിയോട്. ബീൻസ്, പയറ് തുടങ്ങിയവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ലക്ഷ്യം. ഗവൺമെൻറ്റുകൾ, സംഘടനകൾ, വ്യക്തികൾ എന്നിവർ അവരുടെ ഭക്ഷണക്രമത്തിലും കാർഷിക രീതിയിലും പയർവർഗ്ഗങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ ദിവസം ലക്ഷ്യമിടുന്നു. പയർവർഗ്ഗങ്ങളുടെ പോഷകപരവും പാരിസ്ഥിതികവുമായ ഗുണങ്ങളെക്കുറിച്ചും അവബോധം വളർത്താൻ ഈ ദിനം സഹായിക്കുന്നു. പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് പയർവർഗ്ഗങ്ങൾ. ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന പ്രദേശങ്ങളിൽ താങ്ങാനാവുന്നതും സുസ്ഥിരവുമായ പോഷകാഹാര സ്രോതസ്സാക്കി പയർവർഗ്ഗങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. കുറഞ്ഞ വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ടും അന്തരീക്ഷ നൈട്രജനെ സ്ഥിരപ്പെടുത്തുന്നതും അതുവഴി മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും പയർവർഗ്ഗ വിളകൾക്ക് കഴിയുന്നുണ്ട്. ദേശീയ സുസ്ഥിര മിഷൻ, ദേശീയ ഭക്ഷ്യസുരക്ഷാ മിഷൻ, വിള വൈവിധ്യവൽക്കരണം, വിള തീവ്രത അവതരണം പദ്ധതിയിൽ കൂടി വൻപയർ, ചെറുപയർ, ഉഴുന്നുപയർ തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട്. 2024 ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയിൽ തുടങ്ങി ഇപ്പോൾ കൃഷി സമൃദ്ധി എന്ന പദ്ധതിയിൽ കൂടിയും പയർവർഗ്ഗ വിളകൾക്ക് വകുപ്പ് നേരിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേനയും പ്രോത്സാഹനം നൽകി വരുന്നു. പയറുവർഗ്ഗങ്ങൾ കൃഷിഭൂമിയുടെ ഉൽപ്പാദനക്ഷമതയും ദീർഘായുസ്സും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇടവിള കൃഷിയിലും മൂടുപടം കൃഷി രീതികളിലും പയർവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിലൂടെ കർഷകർക്ക് കൃഷിയിടങ്ങളിലും മണ്ണിലും ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. നൈട്രജൻ ഫിക്സിംഗ് ഗുണങ്ങൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുന്നു. ഇതുകൂടാതെ നൈട്രജൻ കൃത്രിമമായി മണ്ണിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് വളങ്ങളുടെ ആശ്രിതത്വം കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും പയറുവർഗ്ഗങ്ങൾക്ക് കഴിയും. പയറുവർഗ്ഗങ്ങൾ മണ്ണിന് എത്രമാത്രം ഗുണം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് സോയിൽ സർവേ അഡീഷണൽ ഡയറക്ടർ ശ്രീമതി രേണു PD വാർത്താ തരംഗിണിയോട്.
പയറുവിളകൾ അവയുടെ വേരുകളിലെ നോഡ്യൂളുകളിൽ അടങ്ങിയിരിക്കുന്ന റൈസോബിയം പോലുള്ള ബാക്ടീരിയകളുമായുള്ള സഹവർത്തിത്വ ബന്ധത്തിലൂടെ മണ്ണിൽ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അമോണിയ, നൈട്രേറ്റ് എന്നീ രൂപങ്ങളിലാക്കി മാറ്റുന്നു. തൽഫലമായി മണ്ണിനെ നൈട്രജൻ സമ്പുഷ്ടമാക്കുകയും കൃത്രിമ വളങ്ങളുടെ ആവശ്യകത കുറയ്ക്കുകയും മണ്ണിൻ്റെ പോഷകത്തിൻ്റെ അളവ് അഥവാ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തുകയും ഇത് കൃഷിഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പയറുവിളകളുടെ സസ്യ അവശിഷ്ടങ്ങൾ, വേരുപടലങ്ങൾ പുറന്തള്ളുന്ന എക്സ്യുഡേറ്റുകൾ എന്നിവയിലൂടെ മണ്ണിലേക്ക് ജൈവവസ്തുക്കൾ ചേരുകയും നൈട്രജൻ്റെ അളവ് കൂടുന്നതിലൂടെ ജൈവാംശം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഇത് മണ്ണിൻ്റെ ഘടനയും വായുസഞ്ചാരവും മെച്ചപ്പെടുത്തുന്നു. ആഴത്തിലുള്ള പടർന്ന വേരുകളോട് കൂടിയ പയറിനങ്ങൾ യന്ത്രവൽക്കരണം, മറ്റു കാരണങ്ങളാൽ ഉണ്ടാകുന്ന സോയിൽ കോമ്പാക്ഷൻ അഥവാ ഉറപ്പായ മണ്ണിനെ അയവുള്ളതാക്കാനും ഇത് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും അടുത്ത വിളയുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. മണ്ണിലെ സൂക്ഷ്മജീവികളുടെ വൈവിധ്യം നിലനിർത്തുന്നതിന് പയറുവിളകൾ സഹായകമാകുന്നു. ഈ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിക്കുകയും പോഷകങ്ങൾ ലഭ്യമാക്കുകയും അതുവഴി മണ്ണിൻ്റെ പോഷകശേഷി വർദ്ധിപ്പിക്കുവാനും ആരോഗ്യം നിലനിർത്തുവാനും ന്യൂട്രിയൻ സൈക്ലിങ്ങിനും സഹായകമാകുന്നു. സൂക്ഷ്മ പോഷകങ്ങളുടെ സിങ്ക്, ഇരുമ്പ്, ചെമ്പ് എന്നിവയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും പയറുവിളകൾ സഹായിക്കുന്നു. സുസ്ഥിര കൃഷിയെ പിന്തുണയ്ക്കുന്ന പരിവർത്തന വിള, ഇൻ്റർക്രോപ്പ് അഥവാ ഇടവിള എന്നീ സമ്പ്രദായങ്ങളിൽ പയറുവിളകൾ പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു. ചില പോഷകങ്ങളെ ക്ഷയിപ്പിക്കുന്ന വിളകളുമായി ഒന്നിടവിട്ട് കൃഷി ചെയ്യുക മൂലം മണ്ണിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ കഴിയും. ഇത് കാലക്രമേണ കൂടുതൽ സുസ്ഥിരവും ഉൽപാദനക്ഷമവുമായ കൃഷിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പയറുവിളകൾ മണ്ണിന് നൽകുന്ന പ്രയോജനങ്ങൾ ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, നൈട്രജൻ ഫിക്സേഷൻ വഴി മണ്ണിനെ സമ്പുഷ്ടമാക്കുകയും ജൈവാംശം മെച്ചപ്പെടുത്തുകയും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും വിള പരിവർത്തനത്തിലൂടെ സുസ്ഥിരമായ കൃഷിരീതികളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. മണ്ണിൻ്റെ ദീർഘകാല ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിനും കൂടുതൽ സുസ്ഥിരമായ കാർഷിക സമ്പ്രദായം ഉറപ്പാക്കുന്നതിനും പയറുവിളകൾ വളർത്തുന്നത് അത്യന്താപേക്ഷിതമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പയറുവർഗ്ഗങ്ങൾ ഇരട്ട ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു. ഗാർഹിക ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ അവ കഴിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത സൃഷ്ടിക്കുന്നതിന് വിൽക്കാം. ഇടവിളകൾക്കും ആവരണ വിളകൾക്കും പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കർഷകർക്ക് കാർഷിക ജൈവ വൈവിധ്യവും മണ്ണിന്റെ ജൈവ വൈവിധ്യവും പ്രോത്സാഹിപ്പിക്കാനും ദോഷകരമായ കീടങ്ങളെയും രോഗങ്ങളെയും അകറ്റി നിർത്താനും കഴിയും. പയറുവർഗ്ഗങ്ങൾ ഉയർന്ന ജലക്ഷമതയുള്ളവയാണ്. ജലത്തിന്റെ അളവ് വളരെ കുറച്ചു മതി എന്നുള്ളതുകൊണ്ട് ജലക്ഷാമമുള്ള ചുറ്റുപാടുകളിലും പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം. പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഷാജി തന്റെ അനുഭവങ്ങൾ വാർത്താ തരംഗിണിയുമായി പങ്കുവച്ചപ്പോൾ, നമ്മുടെ ജീവിതത്തിന് ഉയർന്ന പോഷകാഹാരത്തിനും ദഹനം, രക്തശുദ്ധീകരണം, ഹൃദയാരോഗ്യം, പേശികളുടെ വളർച്ച തുടങ്ങി ഒട്ടനവധി ഗുണങ്ങൾ ലഭിക്കുന്നു. ഇതുപോലെ തന്നെയാണ് പയർവർഗ്ഗ കൃഷി. പയർവർഗ്ഗ കൃഷിയിലൂടെ നമ്മുടെ കൃഷിഭൂമിയെ എങ്ങനെ ഫലപുഷ്ടിയുള്ള മണ്ണാക്കാം എന്നത് വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടതാണ്. പയർവർഗ്ഗ കൃഷി വളരെ കാലമായി മണ്ണ് നിർമ്മാണ വിളകളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇവ മണ്ണിൻ്റെ ജൈവ രാസ ഭൗതിക അവസ്ഥകളിൽ അവയുടെ ഗുണപരമായ മാറ്റങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. മണ്ണിൻ്റെ നൈട്രജൻ വിതരണശേഷി വർദ്ധിപ്പിക്കുകയും ജൈവ വസ്തുക്കളുടെ മണ്ണിൻ്റെ കരുതൽ വർദ്ധിപ്പിക്കുക, മണ്ണിൻ്റെ ജൈവിക പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക, മണ്ണിൻ്റെ ജലാംശം മെച്ചപ്പെടുത്തുക, മണ്ണിൻ്റെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുക, മണ്ണ് പാകമാകൽ എളുപ്പമാക്കുക തുടങ്ങി നമ്മുടെ തരിശുഭൂമിയെ ഫലപുഷ്ടമാക്കുക സഹായിക്കുന്നു. ഏത് കൃഷിഭൂമിയും ഭൂമിയുടെ ഘടനാമാറ്റം വരുത്താതെ പയർവർഗ്ഗ കൃഷി ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഉയർന്ന പ്രോട്ടീൻ ഉള്ളതിനാൽ പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീൻ്റെ ഉത്തമ സ്രോതസ്സാണ്. പ്രത്യേകിച്ച് മാംസവും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രാപ്യമല്ലാത്ത പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങൾ മാംസത്തിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണം ചെയ്യും. കൊഴുപ്പ് കുറവായതിനാലും ലയിക്കുന്ന നാരുകളാൽ സമ്പന്നമായതിനാലും പൊണ്ണത്തടി, മലബന്ധം, വൻകുടലിലെ ക്യാൻസർ എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു. ജീവിതശൈലീ രോഗങ്ങളായ ഹൃദ്രോഗം, പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയവയുടെ നിയന്ത്രണത്തിന് ആരോഗ്യ സംഘടനകൾ ഇവ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു.
ഡയറ്റീഷ്യൻ ശ്രീമതി ആര്യ PM തരങ്കിണിയോട്. ഇത്രത്തോളം പ്രോട്ടീനും ഫൈബറും ചേർന്ന് വരുന്ന ഒരു പ്ലാന്റ് സോഴ്സ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും വേഗൻ ഡയറ്റ് എടുക്കുന്നവർക്കും എനി കാറ്റഗറി ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഫൈബറും പ്രോട്ടീനും നൽകാൻ കഴിയുന്ന വിഭാഗക്കാരാണ് പയറുവർഗ്ഗങ്ങളെന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ പയറുവർഗ്ഗം കഴിക്കുമോ എന്ന് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെറുപയറായിരിക്കും. പ്രത്യേകിച്ചും മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ ചെറുപയറും അതുപോലെ കടലക്കറി വയ്ക്കുന്ന കടലയായിരിക്കും. വെള്ളക്കടലയും കറുത്ത കടലയും എന്ന 2 വിഭാഗക്കാരാണ്. പിന്നെ വെജിറ്റേറിയൻകാരോട് ചോദിക്കുകയാണെങ്കിൽ അവർ വീണ്ടും പറയാറുണ്ട് രാജ്മ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നീളൻ ചുവന്ന പയർ അതുപോലത്തെ ടൈപ്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിലുപരി ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ട് അതിലുപരി നമ്മൾ പയർവർഗ്ഗങ്ങൾ എടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒട്ടും ആൾക്കാർ എടുക്കില്ല എന്നല്ല, വളരെ കുറവാണ് എടുക്കുന്നത്. പയറുവർഗ്ഗങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് സോയാബീൻ ഫാറ്റ്ലെസ് ചിക്കൻ എന്നാണ്. ഇപ്പോൾ ഒരു വെജിറ്റേറിയൻകാരാണ്, പ്രോട്ടീൻ നമുക്ക് നല്ല രീതിയിൽ മീറ്റ് ആവണം, എന്നാൽ നമ്മൾ നോൺ വെജ് കഴിക്കുന്നില്ല. നമുക്കൊരു ചിക്കന് ഈക്വലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പയറുവർഗ്ഗമാണ് സോയാബീൻ എന്ന് പറയുന്നത്. അതിൽ ഡബിൾ ആയിട്ട് തന്നെ പ്രോട്ടീൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സോക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനും ഒക്കെ ടൈം ഇല്ല എന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, പയറുവർഗ്ഗങ്ങൾ ഇഷ്ടമാണ് പക്ഷെ കഴിച്ചാൽ ഗ്യാസ്ട്രൈറ്റീസ് ഉണ്ടാകും. അതും വലിയൊരു വിഭാഗക്കാരാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ നമ്മളൊരു ഗട്ടിൻ്റെ ഒരു വയറിൻ്റെ നമ്മളൊരു ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ പുവറാണ്. ഫാസ്റ്റ് ഫുഡിൻ്റെ കമ്മിങ്ങും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മീലിൻ്റെ സ്കിപ്പിങ്സ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്, ലഞ്ച് സ്കിപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം ചേർത്തിട്ട് രാത്രിത്തെ ഭക്ഷണം ഒന്നിച്ച് ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്നത്, ഇതെല്ലാം തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഡാമേജ് ചെയ്യിക്കുന്നു. ഗ്യാസ്ട്രൈറ്റീസ് വരാനുള്ള ടെൻഡൻസി കൂട്ടുകയും ചെയ്യുന്നു. സോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു മീലിൻ്റെ കൂടെ നമ്മൾ പയറുവർഗ്ഗങ്ങൾ കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്യാസ്ട്രൈറ്റീസ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് വളരെ നിസ്സാരമാണ്. ഒരു വീക്കെൻഡ്സിൽ ഒരല്പം സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു 1 to 3 വീക്കിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് മിക്സഡ് ആയിട്ട് എപ്പോഴും പൾസസ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാനായിട്ട് ട്രൈ ചെയ്യുക. 1 കപ്പ് ഒരു 100 ഗ്രാം മാത്രം നിങ്ങൾ ചെറുപയർ കഴിക്കുന്നതിനേക്കാളും നല്ലത് ആ ഒരു 100 ഗ്രാം പയറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് എടുക്കുകയും അതിന് ഒരു ദിവസം ഒരു 8 hours നിങ്ങൾക്ക് സോക്ക് ചെയ്യും. നെക്സ്റ്റ് എഗെയിൻ ഒരു 8 hour അടുപ്പിച്ച് നിങ്ങൾക്ക് അതിനെ സ്പ്രൗട്ട് ചെയ്യാനായിട്ട് ടൈം നൽകുകയും ചെയ്യുവാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു എയർ ടൈറ്റർ കണ്ടെയ്നറിൽ അടച്ചു ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഓരോ റെഗുലറായിട്ടോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഒരു ത്രൈസോ എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇതിനെ തന്നെ ഈ ഒരു സ്പ്രൗട്ട്സ് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്, ഈ സ്പ്രൗട്ട്സിനെ അങ്ങനെ തന്നെ പച്ചക്കായിട്ട് കഴിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്പ്രൗട്ട്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഗ്യാസ്ട്രിക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഹാഫ് ബോയിൽ ചെയ്യുക, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒരു 5 സെക്കൻഡിൽ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഈ ഒരു സ്പ്രൗട്ട്സിനെ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. ദെൻ ആ ഒരു വാട്ടർ ലീച്ച് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പ്രൗട്ട്സ് റെഗുലർ സാലഡ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ തോരനോ അവിയലോ സാമ്പാറോ നിങ്ങൾക്ക് ഏത് ഫുഡിൻ്റെ കൂടെയും ഈ ഒരു സ്പ്രൗട്ട്സ് ഇട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് എല്ലാ ന്യൂട്രിയൻസും എവരി മൈക്രോ മാക്രോ ന്യൂട്രിയൻസും നിങ്ങൾക്ക് ലോസ് ആവാതെ ഇതിൽ നിന്ന് കിട്ടും. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ ദാരിദ്ര്യം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം, മനുഷ്യന്റെ ആരോഗ്യം, മണ്ണിന്റെ ആരോഗ്യം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ ലഘൂകരിക്കുന്നതിൽ പയറുവർഗ്ഗങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. ഈ ചെറിയ ബഹുവർണ്ണ വിത്തുകൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണ്. പ്രകൃതിയുടെ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളിലൊന്നാണ്. സുസ്ഥിരമായ ഭക്ഷണ സംവിധാനങ്ങൾക്കും വിശപ്പുരഹിത ലോകത്തിനും പയറുവർഗ്ഗങ്ങൾ കൂടിയേ കഴിയൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ധാന്യദിനവും നൽകുന്നത്. എന്തായാലും ആഗോള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയായ ഈ ഭക്ഷ്യവിഭവത്തിൻ്റെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും നാം ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തിയേ മതിയാകൂ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് വാർത്താ തരംഗിണി. ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.